അവസാനിപ്പിക്കുന്നു. പിന്നെ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള് കെ വി ഉസ്താദ് കാഫിറാണെന്ന് ഷംസുലമ പറഞ്ഞു. അപ്പൊ കെ വി ഉസ്താദ് കാഫിറായി. ഷംസുലമ കാഫിറാണെന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു. അപ്പം ഷംസുലമയും കാഫിറായി. ഉള്ളാൾ തങ്ങൾ കാഫിറാണെന്ന് മറ്റേ ആള് പറഞ്ഞു. അപ്പൊ ഉള്ളാൾ തങ്ങളും കാഫിറായി. ഇങ്ങനെ ഓരോരുത്തരെങ്ങനെ കാഫിറാക്കി ഇപ്പൊ സമസ്ത മുഴുവനും കാഫിരീങ്ങളാണ്. ഇവിടെ പ്രസംഗിച്ചതാണത്. ഒരാളുടെ മേലിൽ കുഫ്ർ ആരോപിക്കാമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാഫിർ എന്ന് പറയാൻ കഴിയുക? ഞാൻ ആ ചർച്ച അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങൾ പരസ്പരം കാഫിർ ആക്കിയിട്ടില്ലേ? അല്ല, ഇവിടെ അടുത്ത് ബാലുശ്ശേരി പ്രസംഗിച്ചു. ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജിന്നു മുജാഹിദിന്റെ ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? KNM കാഫിറാക്കി. ഞാൻ നെട്ടിപ്പോയി എന്നാ മൂപ്പര് പറഞ്ഞു. ആ നെട്ടലെന്ന് കേട്ടോളി. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. 2 ഞെട്ടലിട്ടോ? കഴിഞ്ഞ ആഴ്ച മുമ്പ് 2 വട്ടം ഞെട്ടി. ഏതൊക്കെയാണ് 2 വട്ടം ഞെട്ടല് കേട്ടോളി? എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ KNM സലാം അടക്കണില്ല. ഞങ്ങളിപ്പോ തെത്താ കാട്ടണു. KNM ഇയാള് പോയി സലാം പറഞ്ഞിട്ട് KNM സലാം അടക്കണില്ല. KNM പുതിയൊരു വ്യാഖ്യാനം. ഇന്നലത്തെ ഇയാളെ പ്രസംഗം ഞാൻ കേട്ടു. KNM എന്ന് പറഞ്ഞാൽ കേരള നുണയൻ മുജാഹിദ്. ഇന്നലെ ഇയാളൊരു പ്രസംഗത്തിൽ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ KNM ഇയാള് സലാം പറഞ്ഞിട്ട് മടക്കണില്ല. എന്താ കാരണം എന്ന് അറിയങ്ങള് അത് ഇയാൾ തന്നെ പറയട്ടെ. സലാം മടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. അങ്ങനെ തന്നെ നിങ്ങൾ അബൂജഹലിനേക്കാളും തരം താഴ്ന്ന ആളാണെന്ന് KNM ഈ പിന്നെന്താ പറയാ ജിന്നൂരി മുജാഹിദിനോട് പറഞ്ഞു. എന്നിട്ടോ KNM പറയണേ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആ പണില്ല. ഞങ്ങൾ അതിന് ഒരാളെ നരകത്തിലാണ് അത് മുശ്രിക്കാണ് ഞങ്ങൾ പറയലില്ല. നിങ്ങളാണ് നാഴികക്ക് 40 വട്ടം അത് പറയാറുള്ളത്. ഞങ്ങളത് പറയലില്ല. ഞങ്ങളെ പണി അതല്ലേ. അങ്ങോട്ട് വേറെ പണിയുണ്ട്. നിങ്ങളെ പണിയല്ല ഇങ്ങനെ നരകത്തേക്കാക്കണ മുശ്രിക്കാക്കണ പണി. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളാണ് തെളിയിച്ചു കൊടുത്താളി. എന്നാ പ്രശ്നം തീരൂലേ? ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി. അത് പച്ച നുണയായിട്ട് ഒരു സ്ഥലത്തും അമ്പലത്ത് പോയി ഇയാൾ തൗഹീദ് പറഞ്ഞിട്ട് അവിടെ രാമായണം പാടിപ്പോയല്ലോ. അത് വേറെ കാര്യം. അമ്പലത്ത് പോയാണ് നിങ്ങളൊക്കെ തൗഹീദിലേക്ക് വരികയാണ്. ഒരൊറ്റ പറയുള്ളൂ. പിന്നെ ഫാൻ തിരണിയാ കാണുക. കാച്ചാണ്ട് വീട് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ KNM മുശ്രിക്കേന്ന് വിളിച്ചു. അപ്പൊ മൂപ്പരാണ് നെട്ടീന്ന. അടുത്ത വേറാൾ നെട്ടിയിട്ടുണ്ട്. സക്കരിയ സ്വലാഹി. അയാൾ പറയാണ് ഇന്നെ പുറത്താക്കിക്കണ്. എന്തേ? ഞാൻ മുശ്രിക്കാണോലോ. പറയട്ടെ. ഈ KNM പറയാ മോനെ സമയം അടുത്തടുത്ത് സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. ആകെ പിടുത്തം വിട്ട്. എന്തുണ്ടായിന്നോ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ പുറത്താക്കിയവരെ ഔത്തുക്കൂലല്ലോ. ഉറപ്പന്നല്ലേ? എന്നെ പുറത്താക്കിയാണ് ഞാൻ പുറത്ത് നിന്നോളാം. ദത്താപ്പ് പുറത്താക്കിയ പിന്നെ പുറത്ത് തന്നെ നിൽക്കേണ്ടി. നിങ്ങൾ ഔത്തുക്കണ്ട. നിങ്ങളെ പുറത്ത് തന്നെ നിന്നാളി. എന്റെ പുറത്താകാൻ കാരണം ശിർക്കാരോപിച്ച് പുറത്താക്കി. വല്ലാത്ത ജാതി. മൂപ്പരെ ശിർക്കാരോപിച്ച് മൂപ്പര് മുശ്രിക്കാണ് പുറത്താക്കി. സഹിക്കാൻ കഴിയാത്ത കാര്യം. കുറച്ചുകൂടി പുറത്ത് പറ്റേ. എന്റെ സംസാരത്തിന്റെ കേസ് ക്ലിയർ ഇല്ലാതെ പോയി. കുറച്ചുകൂടി പുറത്ത് പറ്റേ. എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി. അതാണ് സഹിക്കാൻ കഴിയാത്ത. അത് ഞങ്ങൾക്കും സഹിക്കാൻ കഴിയൂലെന്ന്. നിങ്ങളെ മുശ്രിക്കാക്കിയപ്പോ നിങ്ങൾക്കെതിരെ ശിർക്കാരോപിച്ച് നിങ്ങൾ കാഫിറാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ആയില്ലേ? അതുപോലെ ഞങ്ങൾക്കും വേദന. ഈ വേദന എന്ന് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള സംഗതിയൊന്നുമല്ല. അത് എല്ലാവർക്കും വേദനാവും. നിങ്ങളുടെ നേതാവായ ചുഴലി അബ്ദുള്ള മൗലവി പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ഓരോരോ സനത് എടുത്ത് എണ്ണീട്ട് ആ സനതുള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. കുത്തുബിയ തോന്നുന്നവർ മൗലൂദ് ഓതുന്ന മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾക്കൊക്കെ എത്ര വേദന ആയിട്ടുണ്ട് കാര്യങ്ങള്. അപ്പൊ അവനാന് വേദന ആകുമ്പോഴേ വേദനന്റെ വലുപ്പത്തിലെന്ന് അറിയുള്ളൂ. എന്നിട്ട് കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടതടവില്ലാതെ നിൽക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. അപ്പൊ അതാണ് മൂപ്പർക്ക്. അപ്പൊ സക്കരിയ സ്വലാഹി മുശ്രിക്കാണെന്ന് മറുവിഭാഗം.
അതുപോലെ തന്നെ ബാലുശ്ശേരി മുശ്രിക്കാണെന്ന് KNM. ഇതിൽ ആരാ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് പറയണം. ഇനി അടുത്ത മൗലവി വരട്ടെ. അദ്ദേഹം പറയുന്ന എന്താ, നിങ്ങൾ മുജാഹിദിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാവരും മുശ്രിക്കാക്കണ പണിയാണ് എന്നാണ് അദ്ദേഹം പറയണേ. ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞ വേഗത്തിൽ പറഞ്ഞു പോകണം. വേഗം പറ്റേ ആരോപണം. ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി പറഞ്ഞെന്താ പറയുക, ശിർക്ക് ഒരാൾ സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി എന്നാ. എങ്ങനെ സിഹിർ ഒരാൾക്ക് ബാധിക്കും, സിഹിർ കൊണ്ട് പിന്നെ സ്വാധീനമുണ്ട്, അത് ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. ഇപ്പൊ ഏറ്റവും ചെറിയ പണി ആൾക്കാർക്ക് മുശ്രിക്കാക്കുക എന്നുള്ളത്. അതാണ് ഇപ്പൊ നിങ്ങളെ പണി. ഏറ്റവും ചെറിയ പണി ഇന്നിങ്ങനെ മൈക്ക് കെട്ടി നടക്കുക. അയാള് മുശ്രിക്ക്, ഇയാള് മുശ്രിക്ക്, മറ്റാള് മുശ്രിക്കിനെ മുശ്രിക്കാക്കണ പണിയാണ് ഇപ്പൊ നടക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുവഴി എന്താ വരിക, ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയ അബ്ദുസലാം സുല്ലമി അല്ലെ അതിന് അടുക്കുള്ള കുറച്ച് ആൾക്കാർ വരെ ഉള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. ഇമാം ബുഖാരി മുശ്രിക്കായിലിപ്പോ കാരണം സിർക്ക് അല്ല സിഹിർ ബാധിക്കുന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇമാം ബുഖാരി മുശ്രിക്കായി. ഇനി ഇതിൽ ആരാ ബാക്കിയുള്ളത് നിങ്ങൾ കണക്കൂട്ടണോ? ഇവര് 4 ആൾക്കാർ മാത്രം സ്വർഗത്തിൽ. നിങ്ങൾക്ക് പേടിയാവൂലേ സ്വർഗം തന്നെ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെ KNM-ന്റെ വിസ്ഡത്തിന്റെ ഓഫീസിന്റെ മാതിരി ഒരു റൂമാന്നിട്ട് കരുതി ഞങ്ങള്? സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വിശാലാണ് അല്ലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലത ഉണ്ട് എന്നാ. എല്ലാരെയാണ് മുശ്രിക്കാക്കി. നിങ്ങൾ 4 ആളെ സ്വർഗത്ത് അന്തിക്ക് കടന്നുറങ്ങാൻ പേടിയാവും. പോത്താമ്പിനെ കണ്ട് പേടിയാവും. അതുകൊണ്ട് എല്ലാരും സ്വർഗത്ത് കാക്കാൻ വല്ല മാർഗം ഉണ്ടോ നോക്കിക്കോളി. ഇമാം മുസ്ലിം മുശ്രിക്കായോ, അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ? ഈ മുശ്രിക്കാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടത്തിൽ നമ്മൾ. അതാണ് ഇവിടെ ഉണ്ടായത്. സമസ്തയുടെ ഓരോരോ ആലിമീങ്ങളെ എണ്ണിയിട്ട് മുശ്രിക്കാണെന്ന് പറഞ്ഞ ഹുസൈൻ സലഫി ഒന്ന് ഇരുന്ന് ആലോചിക്കണം, എന്ത് പണിയാണ് ഈ ചെയ്തിട്ടുള്ളത് എന്ന്. ആളുകളെ മുശ്രിക്കാക്കുന്ന, നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പണിയാണോ നമ്മൾ ചെയ്യേണ്ടത്? നടന്നു പോകാൻ പേടി, നടന്നു പോണക്കണ്ടാവും മുശ്രിക്കാണോ അല്ലേ എന്നപ്പോ ആൾക്കാർ ചിന്തിക്കുന്നത്. കണ്ടങ്ങള് അനങ്ങിയ മുശ്രിക്ക് മുശ്രിക്ക് മുശ്രിക്ക്. സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കാവുന്ന അബ്ദുസലാം സുല്ലമി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇനി നോക്ക്, ഈ വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞത് അതേസമയം റസൂൽ സിഹിർ ബാധിച്ചു എന്ന് പറയുന്നതും അപ്പൊ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ മുഴുവൻ ആളുകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും നിസ്സാര കാര്യത്തിന്റെ പേരിലോ സംഘടനാപരമായ വൈരുദ്ധ്യത്തിന്റെ പേരിലോ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ ശിർക്കാരോപണം നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്നവരെ ഈ രൂപത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് മഹാ അബദ്ധമാണ്. അതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവരെ പരിഹസിക്കുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്നതും ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ, ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ, തിരുസുന്നത്തിനെ, അതിന്റെ വ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക. മുസ്തഖീമായ വഴിയിൽ നിലകൊള്ളുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം മാറ്റി പറയാത്ത